അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഹദീസ് ക്ലാസ് റിയാദുസ് സാലിഹീൻ ബാബുർ റജാ, അല്ലാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുക എന്ന ആ ബാബ്. അതിൽ കുറെ ഹദീസുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ട് ഉണ്ട്. 436 437 ഹദീസ് എന്തായിട്ട് ഈ ഹദീസിൽ ചൊല്ലത് വേണ്ടത്? അള്ളാഹുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, അള്ളാഹു തആല ഒരു അടിമയിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട എന്തേ അവൻ ഒരു ആഹാരം തിന്നിട്ട് അള്ളാഹു ഹംദ് ചൊല്ലത്, അല്ലെങ്കിൽ ഒരു പാനീയം ഒരു തണ്ണി കുടിക്കുന്നതായ ഒരു വസ്തു കുടിച്ചിട്ട് അള്ളാഹുക്ക് ഹംദ് ചൊല്ലത് അള്ളാഹു അവൻ്റെ അടിമയിൽ നിന്ന് ഇഷ്ടപ്പെട്ട. അപ്പൊ ഞങ്ങൾക്ക് അള്ളാഹു താല റിസ്ക് തന്ന ആ റിസ്ക്, ആ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചാൽ പിന്നെ, അല്ലെങ്കിൽ ആ പാനീയം നിങ്ങൾ കുടിച്ചാൽ പിന്നെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട്, അതായത് പിന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹുക്ക് ഹംദ് ചൊല്ല്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇതൊക്കെ തിന്നിട്ടായാൽ പിന്നെ അള്ളാഹുക്ക് ഹംദ് ചൊല്ലേണ്ടതായിട്ട്. അപ്പൊ ഈ ഒരു ഹംദ് ചൊല്ലേ എന്നുള്ളത് അള്ളാഹു താല ഇഷ്ടപ്പെട്ട എന്നുള്ളതായിട്ട്. അപ്പൊ അള്ളാഹുടെ തൃപ്തി നിങ്ങൾ നോക്കൂ. ആ ഹദീസ് നമുക്ക് നോക്കാം. 436 വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ഇന്നല്ലാഹ ല യർദു അനിൽ അബ്ദ്, ഒരു അടിമയിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെട്ട അക്കുലൽ അക്ലത, ഒരു തിന്നൽ ഒരു ഭക്ഷിക്കൽ. അക്ലത്ത് എന്താകുമ്പോൾ ഒരു പിടി എന്നർത്ഥം. അക്ലത്ത് എന്ന് ഒരു ഭക്ഷിക്കൽ. അപ്പൊ ഒരു ഭക്ഷിച്ച അല്ലെങ്കിൽ ഒരു പിടി തിന്നാം, എന്നിട്ട് ഫയഹ്മദു അലൈഹ, എന്നിട്ട് ആ തിന്നതിന് മേൽ അള്ളാഹു സ്തുതിക്കേ. അവ യശ്റബ അശ്റബത, അല്ലെങ്കിൽ ഒരു കുടിക്കണേ ഫയഹ്മദഹു അലൈഹ, ആ കുടിച്ചതിൽ അള്ളാഹു ഹംദ് ചൊല്ലുക എന്നുള്ളത് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു അടിമയിൽ നിന്ന് തൃപ്തിപ്പെട്ട. പലക്കത്തിൽ ഗൗരവം കൊടുത്തിട്ട് ചൊല്ലി, ഇന്നല്ലാഹ ല യർദാ. ഇന്ന എന്നത് പലക്കത്തേക്ക് ശക്തി കൊടുക്കായിട്ടിക്കട്, ല യർദാ എന്നതിലെ ലാമും അതൊക്കെ തൈക്കീത് തന്നെയായിട്ടിക്കട്, ഇന്ന എന്നുള്ളതും തൈക്കീത്, ല യർദയുടെ ലാമും തൈക്കീത്. അപ്പൊ ഖണ്ഡിതമായിട്ടും അള്ളാഹു താല തൃപ്തിപ്പെടനെ എന്നുള്ളത്. അപ്പൊ അള്ളാഹുക്ക് അത് ഭയങ്കര ഇഷ്ട എന്നുള്ളത്. അൽ അഖ്ല ബി ഫത്തിൽ ഹംസത്തി വഹി അൽ മറത്തുൽ വാഹിദ മിനൽ അഖ്ൽ, തിന്നുന്നതിൽ നിന്നുള്ള ഒരു പ്രാവശ്യം ഒരു തിന്നൽ എന്നായിട്ടിക്കല് അഖ്ലത്ത് എന്നത്. ഫത്ത് ഹംസക്ക് ഫത്ത് കൊണ്ട് ഗദ്വത്ത് അശ്വത്ത് എന്ന് പറയും. അല്ലാഹു അഅലം. ഇനി 437 ഹദീസ് വഅൻ അബീ മൂസ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈൽ, നിശ്ചയമായിട്ടും അല്ലാഹു തആല അവന്റെ കയ്യിൽ അവൻ നീട്ടുക ബില്ലൈലി ജാവു ലിയതൂബ മുസി അന്നഹാരി, പകൽ ദോഷം ചെയ്തവൻ തൗബ ചെയ്ത് മടങ്ങും. വയബ്സുതു യദഹു ബിന്നഹാരി, അവന്റെ കയ്യിൽ അവൻ പോലും നീട്ടുക ലിയതൂബ മുസി അല്ലൈലി, ജാവു ദോഷം ചെയ്തവൻ തൗബ ചെയ്ത് മടങ്ങും. ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത്തോളം. ഇങ്ങനെ തന്നെ ഈ ചൊന്നതിനർത്ഥം അള്ളാഹുക്ക് കൈയുടെ നീട്ട എന്നല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾക്കും അന്ത അവിടെ രീതിയിൽ ചൊല്ലണം. അപ്പൊ അതിനർത്ഥം കൈയുടെ നീട്ട എന്നതിനർത്ഥം അള്ളാഹ് സ്വീകരിക്കുക റെഡി എന്നർത്ഥം. അപ്പൊ ജാവും പോലും ചൊല്ലത് ഈ ഭൂമിയിലെ ആ സൂര്യയുടെ അടിയിലിക്കിടങ്ങല്ലേ ജാവും പോലുമില്ലേ, സൂര്യയുടെ അപ്പുറത്തിക്കിടങ്ങ് എന്ത് ജാവും പോലും അല്ല. ഇപ്പൊ ജാവും പോലും ചെന്നുള്ളത് ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ അപ്പൊ പിന്നെ ഏതില് ബഷരിക്ക് മഗ്രിബ്, അതേ രണ്ട് ഭാഗമായിട്ടിക്കട്, സൂര്യൻ ഉദിക്കുന്നത് മഷരിക്കായിട്ടിക്കട്, അസ്തമിക്കുന്നത് മഗ്രിബായിട്ടിക്കട്. അതേപോലെ ഈ ജനൂബ് ഷിമാൽ ചെന്നൊരു 2 ഭാഗമുണ്ട്. ഈ 2 ഭാഗത്ത് സൂര്യൻ ഭൂമധ്യരേഖയുടെ വലത്തെ ഭാഗത്തിൽ 6 തിങ്കളിക്കട്. ആ ടൈമിൽ ഈ ഭൂമിയുടെ ആ ഭാഗത്തുള്ള ആളുമാർക്ക് 6 തിങ്കൾ തോലെ ചിമ്മിമേ ആവില്ലേ, വെളിച്ചമേക്കട്. അതൊക്കെ വ്യത്യാസമായിട്ടില്ല. അതപ്പോ ഭൂമി ശാസ്ത്രജ്ഞ അതൊക്കെ കൊന്തവരും എന്നെ. അപ്പൊ ഭൂമിയുടെ ഈ 2 ഭാഗം അതില് സൂര്യൻ ഈ വലത്തെ ഭാഗത്ത് ഭൂമധ്യരേഖയുടെ വലത്തെ ഭാഗത്തിക്കുമ്പത്ത് ഇടത്തെ ഭാഗത്തിലെ ആ മൂല എന്നുള്ളത് അവിടെ ഭയങ്കര അവിടെ ചിമ്മമേക്കരുത്, അവിടെ പോല് കിട്ട കുറടി. എന്നാ സൂര്യൻ വലത്തെ ഭാഗത്ത് പോകുമ്പത്തോ ഇടത്തെ ഭാഗത്തിൽ ചിമ്മേക്കരുത്. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ ഭൂമിയുടെ. അപ്പൊ ഞാനിത് എന്ത് ചൊന്നെങ്കിൽ ഈ അള്ളാഹു കൈരെ നീട്ടാ ചൊന്നതിനർത്ഥം അള്ളാഹ് കൈയുണ്ട് എന്നല്ല.
ഞങ്ങൾക്കത് മനസ്സിലാക്കുകയായി ഞങ്ങൾക്ക് കൊന്ത ഒരു രീതിയിൽ അതിൽ ഉപയോഗപ്പെടുത്തി എന്നർത്ഥം. അതായത് അള്ളാഹു സ്വീകരിക്കുക റെഡി എന്നർത്ഥം. എന്നാൽ ജാവും പോലും അള്ളാഹുടെ സംബന്ധിച്ചുള്ളത് കൊണ്ട് അള്ളാഹു ജാവും പോലും സൃഷ്ടിക്കുന്ന അള്ളാഹു അല്ലേ. അപ്പൊ ഈ ജാവും പോലും ചൊല്ലത് യഥാർത്ഥത്തിൽ എപ്പോ സംഭവിക്കല്? ഇപ്പൊ ഞങ്ങൾക്ക് സൂര്യ അസ്തമിക്കുമ്പോൾ പിന്നൊരു വിഭാഗത്തെ ആൾമാർക്ക് സൂര്യ ഉദിക്കരുത്. അപ്പൊ ഞങ്ങളെക്കാൾ പടിഞ്ഞാറിൽ നിന്ന് ആൾമാർക്ക് സൂര്യ ഞങ്ങൾക്ക് അസ്തമിക്കുമ്പോഴത്തുക അങ്ങക്ക് അവിടെ അസ്തമിച്ചിട്ടിക്കല്ലേ. അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ 2.5 ഗಂಟೆ കഴിഞ്ഞിട്ടല്ലേ മക്കത്തുള്ള ടൈമുള്ളത് അല്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങ് വ്യത്യാസം. അപ്പൊ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇപ്പൊ ഞങ്ങൾക്ക് പോരാകുമ്പോൾ അമേരിക്കത്ത് ജാവോട്. അപ്പൊ ഈ അള്ളാഹു ജാവ് പോലും കൈനീട്ടാൻ ചെന്നതിൽ അർത്ഥം എങ്ങനെ? അത് സദാസമയം അള്ളാഹു തൗബ സ്വീകരിക്കുക റെഡി എന്ന അർത്ഥത്തിലായിട്ടില്ല അത് വിശദീകരിച്ചത്. അപ്പൊ അത് ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അർത്ഥാവിടെ രീതി. ഇപ്പൊ മക്കളൊട്ടിക്ക് ചൊച്ചു പേനാൻ കേൾക്കില്ല, അത് മക്കൾക്ക് അർത്ഥാവിടെ ഭാഷയിൽ മക്കളൊട്ടിക്ക് ചൊല്ലി എന്നതുപോലെ അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങൾ അള്ളാഹുടെ പോലത്തെ ഒന്നില്ല. അപ്പൊ അള്ളാഹു അലം യകുല്ലഹു കുഫുവൻ അഹദ്. അപ്പൊ അള്ളാഹുടെ ഒരു രൂപരേഖ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് അത് ചൊല്ലുകാവില്ല. അങ്ങനത്തെ ഒന്നില്ല. അങ്ങനത്തെ ഒന്ന് കാട്ടി തന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് കൊന്താവുള്ളൂ. അവന്റെ പോലത്തെ ഒന്നില്ല. അപ്പൊ അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുടെ സിഫത്തുകളെ കൊണ്ടായിട്ട് എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ഇങ്ങനെ അള്ളാഹുടെ സിഫത്തുകൾ മുഖാന്തരമായിട്ട് അള്ളാഹുടെ മനസ്സിലാക്കുക. അപ്പൊ ആ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ചൊല്ലത് എങ്ങനെയെന്നുള്ളത് അത് ഞങ്ങൾക്ക് ഗൊന്തിക്കില്ല, ഗൊന്താവില്ല. ഞങ്ങൾ ചൊന്നെങ്കിൽ അർത്ഥാവിടുമില്ല, ഞങ്ങൾ ചൊന്നെങ്കിൽ അർത്ഥാവില്ല. ഇപ്പൊ 1 വർഷമായ ഒരു ചെറിയൊരു കിടാവും, ആ കിടാവുക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു പൈസത്തെ കണക്ക് ചെന്ന ആ കിടാവുക്ക് അർത്ഥമില്ല. എന്റെ അർത്ഥമില്ല, അത് ഉൾക്കൊള്ളുള്ള ബുദ്ധി ആ കിടാവുക്ക് ബലഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ അതുപോലെ തന്നെ ആയിട്ട് അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുള്ള ബുദ്ധി ഞങ്ങൾക്ക് എന്തും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചൊന്നേൻ എന്നെങ്കിൽ കൈയുടെ നീട്ടറവും എന്നതിനർത്ഥം സദാസമയം അള്ളാഹു തൗബ സ്വീകരിക്കുക റെഡി. ഇപ്പൊ ഇവിടെ ഇതിൽ എന്താണ് ജാവു അള്ളാഹു കൈയുടെ നീട്ട സുബൈത്തോർ എന്തരേക്ക് ജാവു തൗബ ചെയ്ത് ജാവു ദോശാക്കിയങ്ങൾക്ക് പോല് ദോശാക്കിയങ്ങ് തൗബ ചെയ്ത് മടങ്ങ് പോകും. അങ്ങനെ കണ്ടെങ്കിൽ ഇത് അമേരിക്കത്തെങ്ങപ്പ ഇന്ത്യത്തെങ്ങപ്പ ഇവിടെ ജാവുമ്പോഴത്തോടെ പോലാവില്ലേ? ഇങ്ങനത്തെ എല്ലാം സംശയം വേണ്ടില്ലേ? അതൊക്കെയാ ചൊന്നേ. അതൊരർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുക ചൊന്നേ. പോൽ മന ദോശാക്കി നിങ്ങൾ നാലത്തോടെ കാക്കണ്ട, വർഷത്തോടെ കാക്കണ്ട, തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹു റെഡി. എപ്പോ അള്ളാഹു തൗബ സ്വീകരിക്കുക എന്നർത്ഥമായിട്ടിരിക്കുക. അപ്പൊ അള്ളാഹു അടിമുറട്ട് അത്രയും കരുണയും കൃപയുള്ള പണ്ണ്. അള്ളാഹു ഞങ്ങളെ സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റെല്ലാം എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.